ആരാണ് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ്? ചോദ്യം ബോളിവുഡിലെ തിളക്കമാർന്ന നായിക താപ്സി പന്നുവിനോടാണ്. 2 ഓപ്ഷൻസ് ഉണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. താപ്സി മോദിയെ ചൂസ് ചെയ്യുന്നു. ശേഷം അതിനൊരു വിശദീകരണവും നൽകുന്നു. ആ മറുപടിയാണ് രാജ്യത്തെ ചർച്ച. TV പ്രോഗ്രാമിനിടെ വന്ന ചോദ്യത്തെ താപ്സി നേരിട്ട രീതിയാണ് ടോക്ക് ഓഫ് ദ ടൗൺ. എനിക്ക് ഈ രാജ്യത്ത് ഇനിയും ജീവിക്കണം. കൈകൂപ്പി ചിരിച്ചുകൊണ്ട് മോദിയെ തിരഞ്ഞെടുക്കാനുള്ള കാരണമായി താപ്സി പറഞ്ഞു. പിന്നാലെ മോദിക്കെതിരെയും BJPക്കെതിരെയുമുള്ള പരോക്ഷ പരിഹാസമായി പലരും ആ വാക്കുകളെ വായിച്ചു. ഭയത്തിന്റെ രാഷ്ട്രീയത്തിനെതിരായ വിമർശനമായും അതിനെ വിലയിരുത്തി. രൺബീർ കപൂറും വിക്കി കൗശലും അടക്കമുള്ള മുൻനിര താരങ്ങളെല്ലാം RSSന്റെ സ്തുതിപാഠകരാകുമ്പോൾ ദേശീയ അവാർഡ് പോലും രാഷ്ട്രീയ പ്രേരിതമാകുന്നെന്ന വിമർശനം നിലനിൽക്കുമ്പോൾ പ്രൊപ്പഗാൻഡ സിനിമകളും സെൻസർ ബോർഡിന്റെ കത്തിവെക്കലുമെല്ലാം നിലനിൽക്കുന്ന ഈ സമയത്ത് താപ്സിയുടെ വാക്കുകൾക്ക് വീര്യം കൂടും. ഇതാദ്യമായല്ല താപ്സി തന്റെ നിലപാടുകളിലൂടെ തിളങ്ങുന്നത്. തനിക്ക് പറയാനുള്ളത് അത് സിനിമയ്ക്ക് അകത്തെ കാര്യമായാലും പുറത്തെ കാര്യമായാലും അവർ എന്നും പറഞ്ഞിട്ടുണ്ട്, അതിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. 2021 താപ്സി ഇത്തരത്തിൽ ഭരണപക്ഷത്തെ വിമർശിച്ചിരുന്നു. തന്റെ വീട്ടിൽ നടന്ന ആദായ നികുതി റെയ്ഡിനെ പരിഹസിച്ചായിരുന്നു അന്നത്തെ പ്രസ്താവന. അന്ന് ട്വീറ്റിന്റെ അവസാനം താപ്സി ഇങ്ങനെ പറഞ്ഞു: നോട്ട് സോ സസ്തി എനിമോർ. സസ്തി എന്നാൽ ചീപ്പ് അല്ലെങ്കിൽ വില കുറഞ്ഞത് എന്നെല്ലാമാണ് അർത്ഥമാക്കുന്നത്. അന്ന് താപ്സി ചെയ്ത ട്വീറ്റ് കൊണ്ടത് മറ്റൊരാൾക്ക് കൂടിയായിരുന്നു, ഇന്നത്തെ BJP MPയും ബോളിവുഡ് നടിയുമായ കങ്കണ റണാവത്തിന്. ബോളിവുഡിലെ ദ മോസ്റ്റ് സക്സസ്ഫുൾ ഔട്ട്സൈഡേഴ്സ് ആണ് കങ്കണയും താപ്സിയും. വെറുമൊരു റൈവൽറി മാത്രമായിരുന്നില്ല അവർക്കിടയിൽ നിലനിന്നത്. ആശയപരമായ വ്യത്യാസങ്ങളും രണ്ടുപേരും ഇൻഡസ്ട്രിയെ ഡീൽ ചെയ്ത രീതിയുമെല്ലാം വളരെ ചർച്ചയായതാണ്. 2019 ഒരു അഭിമുഖത്തിനിടെ കങ്കണ വളരെ സത്യസന്ധയാണെന്നും അതിനാൽ പലപ്പോഴും അവൾ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുമെന്നും താപ്സി പറഞ്ഞു. അതിനാൽ സംസാരിക്കുമ്പോൾ കങ്കണയ്ക്ക് ഡബിൾ ഫിൽറ്റർ വേണ്ടിവരുമെന്നും തമാശ രൂപേണ അവർ പറഞ്ഞു വെച്ചു. ഇത് വളരെ വേഗം വൈറലാവുകയും കങ്കണയുടെ സഹോദരി ഇക്കാര്യം ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് നിശിതമായി താപ്സിയെ അവർ വിമർശിച്ചു. താപ്സി വെറും ചീപ്പ് കോപ്പിയാണെന്ന് വരെ പറഞ്ഞു. ഇതിനെതിരെ കൂടിയായി താപ്സിയുടെ 2021 ട്വീറ്റ് വായിക്കപ്പെട്ടു. മോദിയെ തിരഞ്ഞെടുത്ത അതേ ഷോയിൽ താനോ കങ്കണയോ മികച്ച നടിയെന്ന ചോദ്യത്തിന് കങ്കണയെന്ന് ഉത്തരം നൽകുന്ന താപ്സിയെയും നമുക്ക് കാണാം. കർഷക സമരത്തെ പിന്തുണച്ചും താപ്സി തന്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഡൽഹി അതിർത്തിയിൽ പ്രതിഷേധത്തിനിടെ മരണപ്പെട്ട കർഷകരെ അപമാനിച്ച BJP മന്ത്രി ജയ് പ്രകാശ് ദലാലിനെതിരെ താപ്സി വിമർശനവുമായെത്തി. മനുഷ്യജീവന്റെ വിലയെയും മരണത്തെയും അധിക്ഷേപിക്കുന്നതിനെ വിവരിക്കാൻ വാക്കുകളില്ലെന്നായിരുന്നു അന്നവർ പറഞ്ഞത്. ലോകത്തെ മുൻനിര സെലിബ്രിറ്റികളും രാഷ്ട്രീയ നേതാക്കളും പരിസ്ഥിതി പ്രവർത്തകരും വരെ കർഷക സമരത്തെ പിന്തുണച്ച് രംഗത്തെത്തിയപ്പോൾ ഇന്ത്യയിലെ താരങ്ങൾ സർക്കാരിനെ പിന്താങ്ങുന്നതിനെയും താപ്സി നിശിതമായി വിമർശിച്ചിരുന്നു. കർഷക സമരത്തിന് അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണയേറിയ സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കമിട്ട ഇന്ത്യ ഒറ്റക്കെട്ട് പ്രചാരണത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി ചലച്ചിത്ര കായിക താരങ്ങളാണ് രംഗത്ത് വന്നത്. അക്ഷയ് കുമാർ, അജയ് ദേവ്ഗൺ, സച്ചിൻ തെണ്ടുൽക്കർ, വിരാട് കോഹ്ലി തുടങ്ങി നിരവധി പേർ ട്വിറ്റർ പ്രചാരണത്തിന്റെ ഭാഗമായി. മറ്റുള്ളവർ എന്ത് പറയണമെന്ന് പഠിപ്പിക്കുന്ന പ്രൊപ്പഗാൻഡ ടീച്ചർ ആകരുതെന്നായിരുന്നു താപ്സി എന്ന് അവരോടെല്ലാം പറഞ്ഞത്. സ്വന്തം ഇൻഡസ്ട്രിക്ക് അകത്തും എന്നും ചോദ്യങ്ങൾ ചോദിക്കുകയും വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തയാളാണ് താപ്സി. തന്റെ കരിയറിനെ അത് പലതവണ തിരിച്ചടിച്ചെങ്കിലും അതിൽ നിന്നൊന്നും താരം ഇപ്പോഴും പിന്മാറിയിട്ടില്ല. സോഷ്യോ പൊളിറ്റിക്കലായി സിനിമകൾ ചെയ്യാനും അവ തിരഞ്ഞെടുക്കാനും ബോളിവുഡിൽ പ്രിവിലേജ് ഉള്ള നടി താപ്സി മാത്രമാകും. അത് അവർ നേടിയെടുത്തതാണ്. അതിനായി സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നത് പലതുമുണ്ട്. തന്നെ ലോഞ്ച് ചെയ്ത സംവിധായകനെതിരെ പോലും താപ്സി വിമർശനം ഉയർത്തിയിട്ടുണ്ട്. തന്റെ വയറിലൊരു തേങ്ങ വന്ന് വീഴുന്നത് എങ്ങനെയാണ് ഇത്ര ഇന്ദ്രിയാനുഭവം തരുന്നതെന്ന് തനിക്ക് അറിയില്ലെന്ന് താപ്സി പറഞ്ഞു. സംവിധായകൻ രാഘവേന്ദ്ര റാവുവിനെ കളിയാക്കിയെന്നും ആദ്യ സിനിമയുടെ സംവിധായകനോട് നന്ദിയില്ലാതെ പെരുമാറിയെന്നുമായി ഇതേ തുടർന്ന് താപ്സിക്കെതിരെയുള്ള വിമർശനങ്ങൾ. നെപ്പോ കിഡ്സിന് വേണ്ടി സിനിമകളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്നും അവർക്ക് കൂടുതൽ പ്രിവിലേജ് ഉണ്ടെന്നും താപ്സി തുറന്നടിച്ചിരുന്നു. ആമിർ ഖാന്റെ ലാൽ സിംഗ് ചദ്ദയും അക്ഷയ് കുമാറിന്റെ രക്ഷാബന്ധനും ബഹിഷ്കരണ ഭീഷണി നേരിട്ടതുപോലെ തന്റെ ചിത്രവും ബഹിഷ്കരിക്കണമെന്ന് താപ്സി ദൊബാരെ എന്ന സിനിമയുടെ പ്രൊമോഷനിടെ പറഞ്ഞിരുന്നു. എങ്കിൽ മാത്രമേ ആ ലീഗിൽ താനും എത്തുമെന്ന് തമാശയോടെ അവർ പറഞ്ഞു വെച്ചു. ബോയ്ക്കോട്ട് ആഹ്വാനവും ട്രോളിങ്ങുമെല്ലാം എല്ലാ ദിവസവും നടക്കുകയാണെങ്കിൽ ആരെയും അത് ബാധിക്കില്ല, ഒരു ഉപയോഗവും ഇല്ലാത്തതാകും. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ പോയി സിനിമ കാണും, ഇല്ലെങ്കിൽ പോകില്ല. ബഹിഷ്കരണ ആഹ്വാനം നടത്തുന്നത് കാണികളുടെ ബുദ്ധിയെ വില കുറച്ച് കാണുന്നത് പോലെയാണെന്നും താരം കൂട്ടിച്ചേർത്തു. ബോളിവുഡ് എന്ന ബ്രഹ്മാണ്ഡ ഇൻഡസ്ട്രിയിൽ ഇത്രയും കാലം സർവൈവ് ചെയ്ത ബ്രാൻഡാണ് താപ്സി. ഷീ ഡസൻ ജസ്റ്റ് ആക്ട് ഇൻ മൂവീസ്, ഷീ മേക്സ് സ്റ്റേറ്റ്മെന്റ്സ്. ആ സ്റ്റേറ്റ്മെന്റുകൾ ഓരോന്നും കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളുകയും ചെയ്യും. താൻ കൊമേഴ്ഷ്യൽ പടങ്ങൾ ചെയ്യുന്നത് തന്റെ കണ്ടന്റ് ഡ്രിവൺ സിനിമകൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണെന്ന് അവർ പറയുന്നു. പിങ്കും മൾക്കുമെല്ലാം രാജ്യം മൊത്തം ചർച്ചയായ സിനിമകളാണ്. രേവതിയും കനി കുസൃതിയും എത്തുന്ന അസിയാണ് താപ്സിയുടെ പുതിയ ചിത്രം. PR സ്റ്റണ്ടുകളും സ്ക്രിപ്റ്റഡ് അഭിമുഖങ്ങളും നടക്കുന്ന ഇൻഡസ്ട്രിയിലെ വേറിട്ട മുഖമാണ് താപ്സി. റിയാലിറ്റി സംസാരിക്കുന്ന നായിക. ഇനിയും അവരുടെ പ്രസ്താവനകൾ വരും, സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും, ഹേറ്റേഴ്സിനെ വിറളി പിടിപ്പിക്കും. പക്ഷേ തലയുയർത്തി അഭിമാനത്തോടെ താപ്സി അവരെ നോക്കി പുഞ്ചിരിക്കും.